വേറൊരാളോട് ചോദിക്കുകയാണ്. ഇപ്പം അവൻ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ മല്ലു വീണ്ടും അവനിലേക്ക് വരും. ഹാസ് ഹി ഗോട്ട് ടു സൈൻ ദെയർ? ഹാസ് ഹി ഗോട്ട് ടു സൈൻ ദെയർ? അവൻ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാസ് ഷീ ഗോട്ട് ടു സൈൻ ദെയർ? അവൾ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാസ് ഇറ്റ് ഗോട്ട് ടു സൈൻ ദെയർ? അതവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാസ് ഫാദർ ഗോട്ട് ടു സൈൻ ദെയർ? വാപ്പ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാസ് ബ്രദർ ഗോട്ട് ടു സൈൻ ദെയർ? ബ്രദർ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാസ് അജ്മൽ ഗോട്ട് ടു സൈൻ ദെയർ? അജ്മൽ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാവ് വൈ ഗോ ടു സൈൻ ദെയർ? ഞാൻ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാവ് യു ഗോ ടു സൈൻ ദെയർ? നീ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാവ് വി ഗോ ടു സൈൻ ദെയർ? ഞങ്ങൾ അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാവ് ദേ ഗോ ടു സൈൻ ദെയർ? അവരവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഹാവ് പാരൻസ് ഗോ ടു സൈൻ ദെയർ? പാരൻസ് അവിടെ ഒപ്പിടേണ്ടതുണ്ടോ? ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, നീ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടോ? മസ്റ്റ് യു വർക്ക് സോ ഹാർഡ്? മസ്റ്റ് യു വർക്ക് സോ ഹാർഡ്? ഇനി അത് 10 സബ്ജക്റ്റുമായിട്ട് ചേർത്ത് പറയുമ്പോൾ മസ്റ്റ് ഐ വർക്ക് സോ ഹാർഡ്? മസ്റ്റ് യു വർക്ക് സോ ഹാർഡ്? മസ്റ്റ് വി വർക്ക് സോ ഹാർഡ്? മസ്റ്റ് ദേ വർക്ക് സോ ഹാർഡ്? മസ്റ്റ് പാരൻസ് വർക്ക് സോ ഹാർഡ്? മസ്റ്റ് ഹി വർക്ക് സോ ഹാർഡ്? മസ്റ്റ് ഷീ വർക്ക് സോ ഹാർഡ്? മസ്റ്റ് ഇറ്റ് വർക്ക് സോ ഹാർഡ്? മസ്റ്റ് പാരൻ്റ് വർക്ക് സോ ഹാർഡ്? മസ്റ്റ് ഹുസൈൻ വർക്ക് സോ ഹാർഡ്? ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടോ? മസ്റ്റ് യു ഗോ ദെയർ? നീ അവിടെ നിന്ന് പോകേണ്ടതുണ്ടോ? മസ്റ്റ് യു ഫിനിഷ് ഇറ്റ്? നീ അത് പൂർത്തിയാക്കേണ്ടതുണ്ടോ? ഇനി നീ ഇത് അവിടെ നിന്ന് വാങ്ങേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു ബൈ ഇറ്റ് ഫ്രം ദെയർ? നീ അവിടെ താമസിക്കേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു സ്റ്റേ ദെയർ? നീ റിപ്ലൈ കൊടുക്കേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു റിപ്ലൈ? അപ്പോൾ ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ്. ഇനി നമ്മൾ ഒരാൾക്ക് വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ്, ഡയലോഗ്സ് ആണ്. കുടിക്കാൻ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക്? കഴിക്കാൻ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് എനിത്തിങ് ടു ഈറ്റ്? വുഡ് യു ലൈക്ക് ടു ടേക്ക് എ റെസ്റ്റ്? വുഡ് യു ലൈക്ക് ടു ഹാവ് എ ചാറ്റ്? പൊളൈറ്റ് ആയിട്ടാണ്, കാരണം ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് വിച്ച് യൂസസ് ബൈ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പൊളൈറ്റ് ആയിട്ടാണ് അവർ ചോദിക്കുകയുള്ളൂ. ഇനി ചോദിക്കുകയാണ്, ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പിയോ കൂടി ആയാലോ? വിൽ യു ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി ഓർ ടീ? വിൽ യു ഹാവ് അനദർ ഗ്ലാസ് ഓഫ് ജ്യൂസ്? വിൽ യു ഹാവ് അനദർ ഗ്ലാസ് ഓഫ് വൈൻ? ഇനി നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി പുഡിങ് എടുത്താലോ? വുഡ് യു ലൈക്ക് അനദർ ഹെൽപ്പിംഗ് ഓഫ് പുഡിങ്? ഹെൽപ്പിംഗ് അവിടെ സഹായിക്കല്ല. വുഡ് യു ലൈക്ക് അനദർ ഹെൽപ്പിംഗ് ഓഫ് പായസം? കുറച്ചും കൂടി എടുത്താലോ? അപ്പോൾ ഭക്ഷണമോ വെള്ളമോ വേണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ഡയലോഗ്സ് ആണത്. ഇനി നമ്മളതിന് മറുപടി പറയാണ്. എങ്ങനെ മറുപടി പറയാം? അതെ ആയിക്കോട്ടെ, യെസ് താങ്ക്സ്. അല്ലെങ്കിൽ കുറച്ചായിക്കോട്ടെ, താങ്ക്സ്, ഐ ലവ് സം. ഐ വുഡ് ലവ് സം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നേഹിക്കുന്നു എന്നല്ല. ഇനി ചായ ചോദിക്കുമ്പോൾ ഐ വുഡ് ഇൻ മൈൻഡ് എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ചായ കുഴപ്പമില്ല. ഐ വുഡ് ഇൻ മൈൻഡ് എ കപ്പ് ഓഫ് കോഫി. ഐ വുഡ് ഇൻ മൈൻഡ് എ ജ്യൂസ്. ഐ വുഡ് മൈൻഡ് എ സ്നാക്ക്. ദെൻ ഒരു തുള്ളി മതി, യെസ് ജസ്റ്റ് എ ഡ്രോപ്പ്, താങ്ക് യു. ഒരു തുള്ളി മതി, യെസ് ജസ്റ്റ് എ ഡ്രോപ്പ്. ഇനി പറയാണ്, അടിപൊളിയായിട്ടുണ്ട്, ഒരു പീസും കൂടി ഇതാ, ലവ്ലി, എ പീസ് പ്ലീസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സാധാരണ നിങ്ങൾ പറയുന്നതാണ്. ഭക്ഷണമോ വെള്ളമോ കുടിക്കാൻ നമുക്ക് തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നതാണ്. ഇനി നമ്മൾ നിരസിക്കുകയാണ്, മടി കാണിക്കുകയാണ്, നമുക്ക് വേണ്ട, ലുക്ക് ദർ ഇസ് നോ നീഡ്, ലുക്ക് ദർ ഇസ് നോ നീഡ്. അവിടെ ആവശ്യമില്ല എന്നൊന്നല്ല എൻ്റെ അർത്ഥം. വേണ്ട, ആവശ്യമില്ല, ലുക്ക് ദർ ഇസ് നോ നീഡ്. ഞാൻ എപ്പോൾ ഊണ് കഴിച്ചിട്ടേ ഉള്ളൂ. നോ നോ നോ, ഐ ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഐ ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഞാൻ എപ്പോൾ ഊണ് കഴിച്ചിട്ടേ ഉള്ളൂ. വി ഹാവ് ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ദേ ഹാവ് ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ചിൽഡ്രൻ ഹാവ് ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഹി ഹാസ് ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഷി ഹാസ് ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഇറ്റ് ഹാസ് ഓൺലി ജസ്റ്റ് ഹാഡ് ലഞ്ച്. Child has only just had lunch. Baiju has only just had lunch. I only just had tea. I only just had biryani. പിന്നെ എപ്പോഴെങ്കിലും ആവാം, അങ്ങനെ നമുക്ക് പറയണം. സം അതർ ടൈംസ് പ്രാപ്സ്. പെർഹാപ്സ് അല്ല, സം അതർ ടൈം പ്രാപ്സ്. പിന്നെ എപ്പോഴെങ്കിലും ആവാം. സം അതർ ടൈം പ്രാപ്സ്. നോ, ഇറ്റ്സ് റിയലി ഫാർ ടു മച്ച്. കുറേ അധികമായി. ഇറ്റ്സ് റിയലി ഫാർ ടു മച്ച്. കുറച്ചധികമായി. അപ്പോൾ നമ്മൾ ഒരു റിലക്റ്റൻസ്, മടി കാണിച്ച് പറയുമ്പോൾ. ഇനി അല്ല തീരെ വേണ്ട എന്ന് പറയുമ്പോഴും നമ്മൾ ഏകദേശം ഇങ്ങനെ തന്നെ പറയാം, ഭക്ഷണമോ വെള്ളമൊന്നും വേണ്ട, നോ താങ്ക് യു.
അതല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. ഇറ്റ്സ് റിയലി സൂപ്പർ ബട്ട് ഐ റിയലി കുഡിൻറ്റ്. അടിപൊളിയായിട്ടുണ്ട്, ഇറ്റ്സ് റിയലി സൂപ്പർ ബട്ട് ഐ റിയലി കുഡിൻറ്റ്. ഇപ്പോൾ വേണ്ട, നോ നോട്ട് ഫോർ മീ താങ്ക്സ്. ഇപ്പോൾ വേണ്ട, നോ നോട്ട് ഫോർ മീ താങ്ക്സ്. അതിങ്ങനെ തന്നെ പറയാം, നോട്ട് ഫോർ ദ മൊമെൻ്റ് ഐ താങ്ക്സ്. ഇപ്പോൾ വേണ്ട. ഇനി എനിക്കൊന്നും തിന്നാൻ പറ്റില്ല എന്ന് പറയണം, ഐ കാണ്ട് ഈറ്റ് അനദർ തിങ്. എനിക്കൊന്നും തിന്നാൻ പറ്റില്ല, ഐ കാണ്ട് ഈറ്റ് അനദർ തിങ്. ഇനി നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ഡൈനിങ് എറ്റിക്വറ്റ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഫഷണൽ ഡൈനിങ് എറ്റിക്വറ്റ് മാറണം, നമ്മളെ പവർ ഓഫ് ഡ്രസ്സിങ് മാറണം, പ്രസൻറ്റേഷൻ മാറണം. അപ്പോഴാണ് ആ ഭാഷയോട് നമ്മൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക താതാത്മ്യപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും. റെസ്റ്റോറൻറ്റിൽ സാധാരണ പോകുമ്പോൾ നമ്മൾ പാലിക്കപ്പെടേണ്ട ചില മര്യാദകളുണ്ട്. ദോസ് ആർ ഡൈനിങ് എറ്റിക്വറ്റ്സ്. നിങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നിങ്ങളൊരു സീറ്റ് ബുക്ക് ചെയ്യാണ്, റിസർവ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പിന്നെ വാഷ് ചെയ്യാൻ പോയി തിരിച്ചു വരും, ഈ സീറ്റ് ബുക്ക് ചെയ്തിരിക്കണമെന്നൊന്നും പറയണ്ട. പിന്നെ പ്രീമിയം ഹോട്ടൽസിൽ കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ആ നാപ്കിൻ എടുത്തിട്ട് ഒരു സൈഡിൽ ചെയറിൻ്റെ ആമിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിസർവ്ഡ്. പിന്നെ അവിടെ ആരും കയറി വരില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ല് കൊണ്ടുവരടാ, ഒച്ചയൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ നൈഫും ഫോർക്കും ടേബിളിന് മുകളിൽ 4 o'clock എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ മീൽസ്. അപ്പോൾ അവർ വരും. അതേപോലെ ഉറക്ക സംസാരിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ടേബിൾ മാനേഴ്സ്, കൈ കുത്തിയിരിക്കാതിരിക്കുക. ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ ലെഫ്റ്റ് സൈഡിലും ലിക്വിഡ് റൈറ്റിലും സോളിഡ് ലെഫ്റ്റിലും വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ അതിനൊരു എറ്റിക്വറ്റ് ഉണ്ട്, ആ എറ്റിക്വറ്റ് പാലിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ആ നാപ്കിൻ എടുത്ത് മൂക്ക് തുറക്കുന്നവരുണ്ട്, അത് സ്പില്ലേജ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എപ്പോഴും ഈസി ടു കട്ടായിട്ടുള്ള രീതിയിൽ നൈഫും ഫോർക്കും യൂസ് ചെയ്ത് അങ്ങനത്തെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ കുറച്ച് എറ്റിക്വറ്റ്സ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളവിടെ യൂസ് ചെയ്യുന്ന വാക്കുകളും ഡയലോഗ്സും ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന 8-10 വാചകങ്ങൾ ഞാൻ പറയണേ. എ ടേബിൾ ഫോർ 3 പ്ലീസ്. അതായത് 3 ആൾക്കുള്ള ടേബിൾ അറേഞ്ച് ചെയ്യൂ. എ ടേബിൾ ഫോർ 4 പ്ലീസ്. എ ടേബിൾ ഫോർ 5 പ്ലീസ്. കുഡ് ഐ പ്ലീസ്, എനിക്ക് മെനു ഒന്ന് കാണട്ടെ ഞങ്ങൾ. കുഡ് ഐ പ്ലീസ് സീ യുവർ മെനു. മെനു ഒന്ന് നോക്കട്ടെ. കുഡ് ഐ പ്ലീസ് സീ യുവർ മെനു. ഈ ഡിഷ് ഒന്ന് നോക്കാം നമുക്ക്. ഐ ലൈക്ക് ടു ട്രൈ ദിസ് ഡിഷ്. ഐ ലൈക്ക് ടു ട്രൈ ദിസ് ഡിഷ്. നമ്മൾ മെനു നോക്കിയിട്ട് പറയണം. ഇനി നമുക്ക് ഉള്ളി ഒഴിവാക്കി തരുമോ? കുഡ് യു ലീവ് ഔട്ട് ദ ഒനിയൻ. പാൽ ഒഴിവാക്കി തരുമോ? കുഡ് യു ലീവ് ദ മിൽക്ക്. കുഡ് യു ലീവ് ദ സോൾട്ട്. കുഡ് യു ലീവ് ദ ഷുഗർ. അങ്ങനെ നമുക്ക് ചോദിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ചിലപ്പോൾ വെയിറ്ററോട് നമ്മൾ പറയാണ് ആ സോൾട്ടിൻ്റെ ഇതൊന്ന് ബോട്ടിലൊന്ന് എടുക്കൂ. പ്ലീസ് പാസ് ദ സോൾട്ട്. പ്ലീസ് പാസ് ദ പെപ്പർ. അതിൽ വെയിറ്റർ എന്ന് പറയില്ല, വെയ്ഡർ. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു ഭക്ഷണ ഫുഡ് ഐറ്റം തന്നതിൽ ഇതിൽ പിന്നെ പാലുണ്ടോ എന്ന് ചോദിക്കണം. ഈസ് ദെയർ എനി ഡയറി ഇൻ ദി ഡിഷ്? ഈസ് ദെയർ എനി ഡയറി ഇൻ ദിസ് ഡിഷ്? ഈസ് ദെയർ എനി ഷുഗർ ഇൻ ദിസ് ഡിഷ്? ഈസ് ദെയർ എനി ഒനിയൻ ഇൻ ദിസ് ഡിഷ്? അതേപോലെ തന്നെ സെപ്പറേറ്റ് ബില്ല് വേണം. ക്യാൻ വി ഗെറ്റ് സെപ്പറേറ്റ് ചെക്സ്? ചെക്സ് എന്ന് പറഞ്ഞാൽ ബില്ലാണ്. ക്യാൻ വി ഗെറ്റ് സെപ്പറേറ്റ് ചെക്സ്? നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോയി, അപ്പോൾ നമ്മൾ ബില്ല് സെപ്പറേറ്റ് ആയിട്ട് തരുമോ എന്ന് ചോദിക്കാൻ ക്യാൻ വി ഗെറ്റ് സെപ്പറേറ്റ് ചെക്സ്? ഈസ് ദെയർ എനി, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഈസ് ദെയർ എനി സ്പെഷ്യൽ ടുഡേ? ഈസ് ദെയർ എനി സ്പെഷ്യൽ ടുഡേ? ബില്ല് എടുക്കൂ. കുഡ് ഐ ഹാവ് ദ ബിൽ പ്ലീസ്? ബില്ല് തരൂ. അപ്പോൾ ഈ രീതിയിലാവണം റെസ്റ്റോറൻറ്റിൽ നമ്മൾ സംസാരിക്കേണ്ടത്. റെസ്റ്റോറൻറ്റിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു അപരിചിതനോട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം. സപ്പോസ് നിങ്ങൾ നേരത്തെ ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ ചെയ്താണ്. ഒന്നുകൂടി നിങ്ങൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോൾ ഒരാളെ കണ്ടു, അപ്പോൾ സംസാരിച്ച് തുടങ്ങുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നന്നായി കളിച്ചു. നിങ്ങൾ സ്ഥിരം കളിക്കാറുണ്ടോ? യു പ്ലേ വെരി വെൽ. ഡു യു പ്ലേ ഓഫൺ? നിങ്ങൾ നന്നായി കളിച്ചു. യു സാങ് വെൽ. യു പ്ലേ വെൽ. യു സ്പോക്ക് വെൽ. നിങ്ങൾ നന്നായി സംസാരിച്ചു. നിങ്ങൾ എപ്പോഴും കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ഓഫൺ? ഡു യു സ്പീക്ക് ഓഫൺ? ഡു യു ഡാൻസ് ഓഫൺ? ഡു യു കം ഓഫൺ? നിങ്ങളെപ്പോഴും വരാറുണ്ടോ? ഡു യു ഗോ ഓഫൺ? നിങ്ങളെപ്പോഴും പോകാറുണ്ടോ? ഇനി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ 107 നമ്പർ ബസ് കാത്ത് നിൽക്കുകയാണോ? ആർ യു വെയിറ്റിംഗ് ഫോർ ദ 107? ആം ഐ വെയിറ്റിംഗ് ഫോർ ദ 107? ആർ വി വെയിറ്റിംഗ് ഫോർ ദ 107? ആർ ദേ വെയിറ്റിംഗ് ഫോർ ദ 107? ആർ സ്റ്റുഡൻസ് വെയിറ്റിംഗ് ഫോർ ദ 107?
Is he waiting for the 107? Is she waiting for the 107? Is it waiting for the 107? Is student waiting for the 107? Is Baiju waiting for the 107? കുറച്ച് നേരം വൈകിട്ടുണ്ടല്ലേ. ഇറ്റ്സ് എ ബിറ്റ് ലേറ്റ് ടുഡേ, isn't it? ഇറ്റ്സ് എ ബിറ്റ് ലേറ്റ് ടുഡേ, isn't it? അല്ലേന്ന് ചോദിക്കാം, isn't it? Isn't it എന്നൊന്നും പറയരുത്. ഇറ്റ്സ് എ ബിറ്റ് ഏർലി ടുഡേ, ഇതൊന്നും കുറച്ച് നേരത്തെയാണ്, isn't it? Isn't it ന് പകരം isn't it. ഇനി നമ്മൾ പറയാണ് നിങ്ങളുടെ ഷൂ അടിപൊളിയായിട്ടുണ്ട്, എവിടെ നിന്നാണ് വാങ്ങിയത്? ഐ ലൈക്ക് യുവർ ഷൂസ്, വേർ ഡിഡ് യു ബൈ ഇറ്റ്? ഐ ലൈക്ക് യുവർ ഷർട്ട്, ഐ ലൈക്ക് യുവർ സാരി. അപ്പോൾ നമ്മൾ ഒരു അപരിചിതനോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി ചിലപ്പോൾ നമുക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ അതിനുള്ള ഇംഗ്ലീഷ് വേണം. ഈസ് ആംഗ്രി വിത്ത് അവൻ അവളോട് ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ പിണക്കത്തിലാണ്, തെറ്റിക്കാണെന്നൊക്കെ പറയും കൊളോക്കിയലായിട്ട്. അതിനുള്ള ഇംഗ്ലീഷ് ഈസ് ആംഗ്രി വിത്ത് ഹർ, ഐ തിങ്ക് ഈസ് ആംഗ്രി വിത്ത് ഹർ. അപ്പോൾ ഇനി നമ്മളവിടെ 20 ഡയലോഗ് ഉണ്ടാക്കുകയാണ്, ഹീ മാറ്റിയാണ്. ഐ എം ആംഗ്രി വിത്ത് ഹർ, ഞാൻ അവളോട് ദേഷ്യത്തിലാണ്. യു ആർ ആംഗ്രി വിത്ത് ഹർ, വി ആർ ആംഗ്രി വിത്ത് ഹർ, ദേ ആർ ആംഗ്രി വിത്ത് ഹർ, പാരൻസ് ആർ ആംഗ്രി വിത്ത് ഹർ, ഈസ് ആംഗ്രി വിത്ത് ഹർ, ഷീ ഈസ് ആംഗ്രി വിത്ത് ഹർ, ഇറ്റ് ഈസ് ആംഗ്രി വിത്ത് ഹർ, ഫാദർ ഈസ് ആംഗ്രി വിത്ത് ഹർ, ബൈജു ഈസ് ആംഗ്രി വിത്ത് ഹർ. ഇനി ഹെർ മാറ്റിയാണ്. ഈസ് ആംഗ്രി വിത്ത് ഹെർ, ഹെർ മാറ്റിയാണ്. ഹീസ് ആംഗ്രി വിത്ത് ഹർ, വിത്ത് മീ, അവൻ എന്നോട് ദേഷ്യത്തിലാണ്. ഈസ് ആംഗ്രി വിത്ത് യു, ഹീസ് ആംഗ്രി വിത്ത് അസ്, ഹീസ് ആംഗ്രി വിത്ത് ദം, ഹീസ് ആംഗ്രി വിത്ത് പാരൻസ്, ഹീസ് ആംഗ്രി വിത്ത് ഹിം, ഹീസ് ആംഗ്രി വിത്ത് ഹർ, ഹീസ് ആംഗ്രി വിത്ത് ഇറ്റ്, ഹീസ് ആംഗ്രി വിത്ത് ഫ്രണ്ട്, ഹീസ് ആംഗ്രി വിത്ത് ബൈജു. ഇനി അതേപോലെ തന്നെ അവരുടെ ഇടയിൽ അവൻ കുറച്ച് പ്രസിദ്ധനാന്ന് തോന്നുന്നു. ഈസ് ക്വൈറ്റ് പോപ്പുലർ എമംഗ് ദം, ഐ ഫീൽ. അവരുടെ ഇടയിൽ, എമംഗ് ബിറ്റ്വീൻ, രണ്ടിൻ്റെയും അർത്ഥം ഇടയിലാണ്. എമംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ എന്ന് പറയാൻ എമങ്ങും, രണ്ടാളുകൾക്ക് ഇടയിൽ പറയാൻ ബിറ്റ്വീനുമാണ്. ബൈജു സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ബിജു ആൻഡ് അഞ്ജു. എന്നാൽ ബൈജു ഈസ് ദ ടോളസ്റ്റ് ബോയ് എമംഗ് ദ സ്റ്റുഡൻസ്. എന്താ വ്യത്യാസം? ബൈജു ഇരിക്കുന്നത് അഞ്ജുവിൻ്റെയും ബിജുവിൻ്റെ ഇടയിലാണ്, രണ്ടാൾക്കിടയിൽ എന്ന് പറയും ബിറ്റ്വീൻ. നേരെ വെച്ച് ബൈജു ക്ലാസ്സിലെ ഏറ്റവും നീളം കൂടിയ കുട്ടിയാണ്. ബൈജു ഈസ് ദ ടോളസ്റ്റ് ബോയ് എമംഗ് ദ ക്ലാസ്, എമംഗ് ദ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ എന്ന് പറയാൻ നമ്മൾ എമങ്ങും, രണ്ടാളുടെ ഇടയിൽ എന്ന് പറയാൻ ബിറ്റ്വീനും യൂസ് ചെയ്യും. ഇനി അതിലെ അത് വർക്ക് ചെയ്യണില്ലല്ലേ, അത് വർക്ക് ചെയ്യാറുണ്ടായിരുന്നില്ലല്ലേ, ഇറ്റ് ഡിഡിൻ വർക്ക്, ഡിഡ് ഇറ്റ്. ഇനി വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇറ്റ് ഡസൻ വർക്ക്, ഇറ്റ് ഡസൻ വർക്ക്. ഇറ്റ് ഡിഡിൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല, ഇറ്റ് ഡസൻ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല. ഇനി അതേപോലെ അവന് രാജിവെക്കല്ലാതെ വേറൊരു മാർഗമില്ല, അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് രാജിവെക്കല്ലാതെ വേറൊരു മാർഗവുമില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആസ് ഐ സീ ഇറ്റ്, ഹി ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ. ഹി ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആസ് ഐ സീ, അക്കോർഡിംഗ് ടു മീ, അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ, ആസ് ഐ സീ, ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നുള്ളതിന് പറയുന്നത്. ഹി ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, അവന് രാജിവെക്കുക അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഹി ഹാസ് നോ ഓൾട്ടർനേറ്റീവ് മാറ്റാണ്. ഐ ഹാവ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, എനിക്ക് രാജിവെക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. യു ഹാവ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, വി ഹാവ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, ദേ ഹാവ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, മിനിസ്റ്റേഴ്സ് ഹാവ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, ഹി ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, ഷി ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, ഇറ്റ് ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, ടീച്ചർ ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ, ബൈജു ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു റിസൈൻ. ബൈജുവിന് പൂർത്തിയാക്കുക അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ബൈജു ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു ഫിനിഷ്. ജോയിൻ ചെയ്യല്ലാതെ അഞ്ജുവിന് വേറൊരു മാർഗ്ഗമില്ല. അഞ്ജു ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു ജോയിൻ. കല്യാണം കഴിക്കുക അല്ലാതെ അപർണയ്ക്ക് വേറൊരു മാർഗ്ഗമില്ല. അപർണ ഹാസ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു മാരി. സോ അപ്പോൾ നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിലുപയോഗിക്കുന്ന ഡയലോഗ്സാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി നമുക്കൊരു അഭിപ്രായമില്ല അത്തരം ഘട്ടങ്ങളിലോ, ഐ ഡോണ്ട് റിയലി, എനിക്ക് തീരെ അറിയില്ല, വാസ്തവത്തിൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് റിയലി നോ, വാസ്തവത്തിൽ എനിക്കറിയില്ല. യു ഡോണ്ട് റിയലി നോ, വി ഡോണ്ട് റിയലി നോ, ദേ ഡോണ്ട് റിയലി നോ, പാരൻസ് ഡോണ്ട് റിയലി നോ, ഹി ഡസൻ റിയലി നോ, ഷീ ഡസൻ റിയലി നോ, ഇറ്റ് ഡസൻ റിയലി നോ, പാരൻറ് ഡസൻ റിയലി നോ, ബൈജു ഡസൻ റിയലി നോ, ബൈജുവിന് സത്യത്തിൽ അറിയില്ല. ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വ്യക്തമായ ഒരു അഭിപ്രായമൊന്നുമില്ല. ഐ ഹാവ് നോ സ്ട്രോങ് ഒപ്പീനിയൻ ഓൺ മാറ്റേഴ്സ് ലൈക്ക് ദിസ്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല.
You have no strong opinion on matters like this. We have no strong opinion on matters like this. They have no strong opinion on matters like this. Teachers have no strong opinion on matters like this. He has no strong opinion on matters like this. She has no strong opinion on matters like this. It has no strong opinion on matters like this. Baiju has no strong opinion on matters like this. Friend has no strong opinion on matters like this. I have no strong opinion on matters like politics. Politics il enikku athra veliya abhiprayamonnilla. I'm afraid I have no idea. എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ ഇല്ല. I'm afraid I have no idea. I'm afraid he has no idea. I'm afraid you have no idea. I'm afraid we have no idea. I'm afraid they have no idea. I'm afraid she has no idea. I'm afraid it has no idea. So ഒരു അഭിപ്രായമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗ്സാണ്. ഇനി നമ്മൾ വേറൊരാളുടെ അഭിപ്രായം ചോദിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നിനക്ക് അവളെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഹർ? ഡു യു ലൈക്ക് ഹർ? നിനക്ക് അവളെ ഇഷ്ടമാണോ? ഇനി നമ്മളതിൽ 20 ഡയലോഗ് കൊണ്ടുവരികയാണ്. യൂനെ മാറ്റാണ്. ഡു ഐ ലൈക്ക് ഹർ? എനിക്ക് അവളെ ഇഷ്ടമാണോ? ഡു വി ലൈക്ക് ഹർ? ഡു ദേ ലൈക്ക് ഹർ? ഡു ടീച്ചേഴ്സ് ലൈക്ക് ഹർ? ഡസ് ഹി ലൈക്ക് ഹർ? അവൻ അവളെ ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് ഹർ? ഡസ് ഇറ്റ് ലൈക്ക് ഹർ? ഡസ് അഞ്ജു ലൈക്ക് ഹർ? ഡസ് പാരൻ്റ് ലൈക്ക് ഹർ? ഇനി അതേപോലെ ഹെർ മാറ്റാണ്. ഡു യു ലൈക്ക് ഹർ? ഹെർ മാറ്റിയിട്ട് ഐ യു വി ഇതേ പോണ്ടിട്ട് ഡു യു ലൈക്ക് മീ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് അസ്? നിനക്ക് ഞങ്ങൾ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദം? ഡു യു ലൈക്ക് പാരൻസ്? ഡു യു ലൈക്ക് ഹിം? ഡു യു ലൈക്ക് ഹർ? ഡു യു ലൈക്ക് ഇറ്റ്? ഡു യു ലൈക്ക് ദ ഗേൾ? ഡു യു ലൈക്ക് ബൈജു? നിനക്ക് ബൈജുവിനെ ഇഷ്ടമാണോ? ഇനി അതേപോലെ തന്നെ അല്ലേ എന്ന് ചോദിക്കണം. ഡോണ്ട് യു ലൈക്ക് ഹർ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നിനക്ക് അവൾക്ക് തന്നെ ഇഷ്ടമല്ലേ? ഡസിൻ്റ് യു ലൈക്ക് ഹർ? നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ? ഡിഡിൻ്റ് യു ലൈക്ക് ഹർ? അപ്പോൾ ഇതും നമ്മൾ മറക്കരുത്. മഴ പെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ? മഴ പെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ? അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഷീ വിൽ കം? നീ പാസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് യു വിൽ പാസ്? എനിക്ക് തോന്നുന്നുണ്ടോ? ഇനി അതേപോലെ അവളുടെ വേഷത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? വാട്ട് യു തിങ്ക് അബൌട്ട് ഹർ ഡ്രസ്? അപ്പോൾ ആ ഹെറിനെ മാറ്റാണ്. വാട്ട് യു തിങ്ക് അബൌട്ട് മൈ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് അവർ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ദെയർ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് പാരൻസ് ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഹിസ് ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഹർ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഹിസ് ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഹുസൈൻസ് ഡ്രസ്? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് അവളുടെ ഡ്രസ്സിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? വാട്ട് യു തിങ്ക് അബൌട്ട് ഹർ ഡ്രസ്? അപ്പോൾ അവളുടെ ഡ്രസ്സ് ഹെർ മാറ്റാണ്. വാട്ട് യു തിങ്ക് അബൌട്ട് മൈ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് അവർ ഡ്രസ്സസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ദെയർ ഡ്രസ്സസ്? വാട്ട് യു തിങ്ക് അബൌട്ട് പാരൻസ് ഡ്രസ്സസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഹിസ് ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഹെർ ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്സ് ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് അഞ്ജുസ് ഡ്രസ്? വാട്ട് യു തിങ്ക് അബൌട്ട് ബൈജുസ് ഡ്രസ്? ഡ്രസ്സിനെ പറ്റി എന്ത് തോന്നുന്നു? വാട്ട് യു തിങ്ക് അബൌട്ട് ഹിസ് ഒപ്പീനിയൻ? വാട്ട് യു തിങ്ക് അബൌട്ട് ഹെർ ഒപ്പീനിയൻ? വാട്ട് യു തിങ്ക് അബൌട്ട് ഹെർ പെർഫോമൻസ്? അവൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ് മൂവി? ആ മൂവിയെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? വാട്ട് യു തിങ്ക് അബൌട്ട് ഹിസ് ബിസിനസ്? അവൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ വാട്ട് യു തിങ്ക് അബൌട്ട്, നീ എന്ത് ചിന്തിക്കുന്നു? നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാൻ വാട്ട് യു തിങ്ക് അബൌട്ട്. അതേപോലെ അത് വളരെ മോശമായി തോന്നുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കണം. ഡസ് ഇറ്റ് ലുക്ക് വെരി ബാഡ്? അത് വളരെ നന്നായി തോന്നുന്നുണ്ടോ? ഡസ് ഇറ്റ് ലുക്ക് വെരി ഗുഡ്? അത് നന്നായി തോന്നുന്നുണ്ടോ? ഡസ് ഇറ്റ് ലുക്ക് ഫൈൻ? അവൻ സ്മാർട്ടായി തോന്നുന്നുണ്ടോ? ഡസ് ഷീ ലുക്ക് സ്മാർട്ട്? അവൾ സ്മാർട്ടായി തോന്നുന്നുണ്ടോ? ഡസ് ഷീ ലുക്ക് സ്മാർട്ട്? ഓക്കെ. അതേപോലെ തന്നെ ബൈജു സ്മാർട്ടായി തോന്നുന്നുണ്ട്. ഡസ് ബൈജു ലുക്ക് സ്മാർട്ട്? നിനക്ക് ഇനിയിപ്പോൾ ചോദിക്കുകയാണ്, ഞാനത് സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ ദാറ്റ് ഐ ഷുഡ് ഹാവ് അക്സെപ്റ്റ് ഇറ്റ്? ഞാനത് സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ ദാറ്റ് ഐ ഷുഡ് ഹാവ് അക്സെപ്റ്റ് ഇറ്റ്? ഡു യു ഫീൽ ദാറ്റ് ഐ ഷുഡ് ഹാവ് ഹെൽപ്പ് ദം? ഞാൻ അവരെ സഹായിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് അഭിനയിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ ദാറ്റ് ഐ ഷുഡ് ഹാവ് ആക്റ്റഡ് വെൽ? ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഡു യു ഫീൽ ദാറ്റ് ഐ ഷുഡ് ഹാവ് ഇംപ്രൂവ്ഡ് എ ബിറ്റ്? അപ്പോൾ നിങ്ങൾ വേറൊരാളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് ഡയലോഗ്സാണ് നമ്മൾ സംസാരിച്ചത്. ഇനി വേറൊരാളുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുമ്പോൾ പറയുന്ന ഡയലോഗ്സാണ്. അതെ, എനിക്കറിയാം. യെസ് ഐ നോ, എനിക്കറിയാം. അപ്പോൾ ആ ഐ നോ, ഐ നമ്മൾ മാറ്റിയാണ്. യു നോ, നിനക്കറിയാം.
വി നോ ഞങ്ങൾക്കറിയാം, ദേ നോ അവർക്കറിയാം, പാരൻസ് നോ പാരൻസിനറിയാം. ഇനി അവനറിയാം, ഹീ നോസ്, അവൾക്കറിയാം, ഷീ നോസ്, ഇറ്റ് നോസ്, ഫാദർ നോസ്, ബൈജു നോസ്, ബൈജുവിനറിയാം. ഇനി എനിക്കറിയാമായിരുന്നു, ഇതൊക്കെ റിപ്പീറ്റേഷനാണ്, വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഐ ന്യൂ, യു ന്യൂ, വി ന്യൂ, ദേ ന്യൂ, പാരൻസ് ന്യൂ, ഹീ ന്യൂ, ഷീ ന്യൂ, ഇറ്റ് ന്യൂ, ഫാദർ ന്യൂ, ബൈജു ന്യൂ. ഓക്കെ, ഇനി ഞാൻ എന്നോട് യോജിക്കുന്നു എന്ന് പറയാം. ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി വിത്ത് യു, ഞാൻ എന്നോട് യോജിക്കുന്നു. ഇനി യുവിനെ മാറ്റാണ്. ഐ അഗ്രി വിത്ത് മീ, ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി വിത്ത് അസ്, ഐ അഗ്രി വിത്ത് ദം, ഐ അഗ്രി വിത്ത് പാരൻസ്, ഐ അഗ്രി വിത്ത് ഹിം, ഐ അഗ്രി വിത്ത് ഹർ, ഐ അഗ്രി വിത്ത് ഇറ്റ്, ഐ അഗ്രി വിത്ത് ഫാദർ, ഐ അഗ്രി വിത്ത് ബൈജു. ഓക്കെ, സോ ഞാൻ യോജിക്കുന്നു എന്ന് പറയാം. അത് ശരിയാണെന്ന് ഇംഗ്ലീഷ് പറയണം. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്, ഇറ്റ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റൈറ്റ്, അങ്ങനെ പറയാം. ദെൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയണം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഐ സപ്പോസോ. സോ എന്നുള്ളതിന് അവിടെ അതുകൊണ്ട് എന്നാണ് നമ്മൾ പിന്നെ റിട്ടൺ ഇംഗ്ലീഷ് പഠിച്ചത്. പക്ഷേ സ്പോക്കണിലേക്ക് വരുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം മാറും. ഐ സപ്പോസോ, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. യു സപ്പോസോ, വി സപ്പോസോ, ദേ സപ്പോസോ, പാരൻസ് സപ്പോസോ, ഹീ സപ്പോസോ, ഷീ സപ്പോസോ, ഇറ്റ് സപ്പോസോ, ഫാദർ സപ്പോസോ, ബൈജു സപ്പോസോ. ഇനി തീർച്ചയായിട്ടും എന്ന് പറയണം. അബ്സല്യൂട്ട്ലി, ഷുവർ. അപ്പോൾ തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനും അതിനോട് യോജിക്കുന്നു. ഞാനും, ഐ ആം ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ഐ ആം ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ഞാനും അതിനോട് യോജിക്കുന്നു. യു ആർ ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, വി ആർ ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ദേ ആർ ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, പാരൻസ് ആർ ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ഹീ ഈസ് ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ഷീ ഈസ് ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ഇറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു, ടീച്ചർ ഈസ് ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു. ടു എന്ന് പറയുമ്പോൾ ഞാനും അല്ലെ അവരും എന്നർത്ഥമാണ് വരുന്നത്. ബൈജു ഈസ് ഇൻ ഫേവർ ഓഫ് ഇറ്റ് ടു. ടു എന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയാനുള്ള ഇംഗ്ലീഷ്. ഇനി നമുക്ക് യോജിക്കുന്നില്ല എന്ന് പറയണം. ഞാൻ എന്നോട് യോജിക്കുന്നില്ല. ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, വി ഡോണ്ട് എഗ്രി വിത്ത് യു, ദേ ഡോണ്ട് എഗ്രി വിത്ത് യു, ടീച്ചേഴ്സ് ഡോണ്ട് എഗ്രി വിത്ത് യു. അവൻ എന്നോട് യോജിക്കുന്നത്. ഹീ ഡസൻറ്റ് എഗ്രി വിത്ത് യു, ഷീ ഡസൻറ്റ് എഗ്രി വിത്ത് യു, ഇറ്റ് ഡസൻറ്റ് എഗ്രി വിത്ത് യു, ടീച്ചർ ഡസൻറ്റ് എഗ്രി വിത്ത് യു, ബൈജു ഡസൻറ്റ് എഗ്രി വിത്ത് യു. നീയു മാറ്റാണ്. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദം, ഐ ഡോണ്ട് എഗ്രി വിത്ത് ടീച്ചേഴ്സ്, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഹിം, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഹർ, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ്, ഐ ഡോണ്ട് എഗ്രി വിത്ത് ബൈജു, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഫാദർ. സി, ഇനിയിപ്പോൾ നശിക്കട്ടെ, ചീത്ത പറയാണ്. അങ്ങനത്തെ ഒരു വാക്കാണ് റബ്ബിഷ്, റാട്ടൻ, വങ്കത്തരം, വിഡ്ഢിത്തരം എന്നൊക്കെ പറയാൻ റബ്ബിഷ്, റോട്ടൻ, ഫൂളിഷ്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കാണാതെ പഠിക്കുക. നീ പറയണൊക്കെ തെറ്റാണ്. യു ഹാവ് ഗോട്ട് ഇറ്റ് ഓൾ റോങ്. നീ പറയണൊക്കെ അബദ്ധമാണ്. യു ഹാവ് ഗോട്ട് ഇറ്റ് ഓൾ റോങ്. അങ്ങനെ പറഞ്ഞാൽ യു ഹാവ് ഗോട്ട് ഇറ്റ് ഓൾ റോങ്. ദെൻ തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്ന് പറയണം. ഇറ്റ് സർട്ടൻലി ഇസ്ൻ്റ് ഇറ്റ്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇസ്ൻ്റ് ഇറ്റ്, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇസ്ൻ്റ് ഇറ്റ്. ഇനി നീ അങ്ങനെ അർത്ഥം കൊടുക്കണ്ട എന്ന് പറയണം. യു കാൺ മീൻ ദാറ്റ്. നീ അങ്ങനെ മനസ്സിലാക്കണ്ട, അത് തെറ്റാണ്, നീ അങ്ങനെ ഉദ്ദേശിക്കേണ്ട എന്ന് പറയാം. യു കാൺ മീൻ ദാറ്റ്. നീ അങ്ങനെ അതിന് അർത്ഥം കൊടുക്കണ്ട. അപ്പോൾ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന് നമ്മൾ പറയാനുള്ള ഡയലോഗ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ഒരാളോട് പെർമിഷൻ ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുകയാണ്. അതിനുള്ള ഇംഗ്ലീഷ് വരണം. ഞാനും പോട്ടെ. ഫാദറിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. കാൻ ഐ ഗോ ടു, ഞാനും പോട്ടെ. കാൻ ഐ ജോയിൻ ടു, ഞാനും ജോയിൻ ചെയ്യട്ടെ. കാൻ ഐ കം ടു, ഞാനും വരട്ടെ. കാൻ ഐ സേ ടു, ഞാനും പറയട്ടെ. കാൻ ഐ പാർട്ടിസിപ്പേറ്റ് ടു, ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ഇനി ആ കാൻ ഐ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. കാൻ ഇ ഗോ ടു, കാൻ ഷി ഗോ ടു, കാൻ ഇറ്റ് ഗോ ടു, കാൻ ബ്രദർ ഗോ ടു, കാൻ ബൈജു ഗോ ടു, കാൻ വി ഗോ ടു, കാൻ ദേ ഗോ ടു, കാൻ ടീച്ചേഴ്സ് ഗോ ടു, അവരും പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ.
ഇനി നിങ്ങൾക്ക് ഒന്ന് സോപ്പിട്ട് കുറച്ച് ഒന്ന് അവരൊന്ന് കയ്യിലെടുത്ത് ഒരു സംഗതി നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി ചോദിക്കുകയാണ്. കുഡ് ഐ പോസിബിളി ടേക്ക് ദ കാർ? ഫാദറിനോട് ചോദിക്കുക, അച്ഛൻ ഞാൻ കാറൊന്ന് എടുത്തോട്ടെ. കുഡ് ഐ പോസിബിളി ടേക്ക് ദ കാർ? കുഡ് ഐ പോസിബിളി ടേക്ക് ദ ബൈക്ക്? കുഡ് ഐ പോസിബിളി ഗോ ഫോർ എ ട്രിപ്പ്? കുഡ് ഐ പോസിബിളി ടേക്ക് സം മണി? ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കാം. ഹാവ് യു ഗോട്ട് എനി ഒബ്ജെക്ഷൻ? ഹാവ് യു എനി ഒബ്ജെക്ഷൻ? എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഹാവ് യു എനി ഒബ്ജെക്ഷൻ? ഹാവ് ഐ എനി ഒബ്ജെക്ഷൻ? ഹാവ് യു എനി ഒബ്ജെക്ഷൻ? ഹാവ് ദേ എനി ഒബ്ജെക്ഷൻ? ഹാസ് ഹി എനി ഒബ്ജെക്ഷൻ? ഹാസ് ഷി എനി ഒബ്ജെക്ഷൻ? ഹാസ് ഇറ്റ് എനി ഒബ്ജെക്ഷൻ? ഹാസ് മദർ എനി ഒബ്ജെക്ഷൻ? ഹാസ് ബൈജു എനി ഒബ്ജെക്ഷൻ? ഞാൻ നായനെ ഉള്ളിൽ കൊണ്ടുവന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാവുമോ? വുഡ് യു ഒബ്ജെക്റ്റ് ഇഫ് ഐ ടുക്ക് മൈ ഡോഗ് ഇൻസൈഡ്? Would you object if I spit here? Would you object if I park the car here? Would you object if I call her? ഞാൻ അവളെ വിളിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാവോ? Would you object if I sit here for some time? ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് എനിക്ക് ബുദ്ധിമുട്ടാവോ? Would you object if we take photographs from here? ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടാവോ? Would you object എന്ന് വെച്ച് തുടങ്ങിയ. അപ്പം നമ്മൾ പെർമിഷൻ ഒരാളോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഇംഗ്ലീഷാണ്. ഇനി നമുക്കതിൻ്റെ മറുപടി പറയാനുള്ള ഇംഗ്ലീഷ് വേണം. നിനക്ക് നിർബന്ധമാണെങ്കിൽ യെസ് ഇഫ് യു മസ്റ്റ്. അതെ, നിനക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോട്ടെ. ഇനി അതല്ല, തീർച്ചയായിട്ടും യെസ് ഓഫ് കോഴ്സ്, ഞാൻ അനുവാദം തന്നിട്ടുണ്ട്. യെസ് യു ഹാവ് മൈ പെർമിഷൻ. തുടർന്നോളൂ, ഗോ ഹെഡ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ. യെസ് ഇഫ് യു ലൈക്ക്, യു മേ ഇഫ് യു ലൈക്ക്, ഇഫ് യു വാണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പെർമിഷൻ കൊടുക്കാം. ഇനി പെർമിഷൻ നിരസിക്കുകയാണ്, നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല, അതിനുള്ള ഇംഗ്ലീഷ് വേണം. നീ അതിപ്പോൾ തുറക്കരുത്. നോ, യു മസ്റ്റിൻ ഓപ്പൺ ഇറ്റ് നൗ. യു മസ്റ്റിൻ സേ, നീ പറയരുത്. യു മസ്റ്റിൻ ഗോ, നീ പോകരുത്. യു മസ്റ്റിൻ കോൾ, നീ വിളിക്കരുത്. യു മസ്റ്റിൻ സ്റ്റേ, നീ സ്റ്റേ ചെയ്യരുത്. ഇനി പറയാണ്, നീ അവളോടൊന്ന് ചോദിക്കാൻ നല്ലത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, നീ അമ്മയോടൊന്ന് ചോദിക്കാൻ നല്ലത്. യു ആഡ് ബെറ്റർ ആസ്കർ, യു ആഡ് ബെറ്റർ ആസ് മദർ, യു ആഡ് ബെറ്റർ ആസ് Nasru sir, you had better ask father, you had better ask me, you had better ask us, you had better ask them, you had better ask parents, you had better ask him, you had better ask it, you had better ask father, you had better ask Baiju. പിന്നെ നോ, ഇന്ന് പോകരുത്, ഇന്ന് അങ്ങോട്ട് പോകരുത്. നോ, ഡോണ്ട് ഗോ ദെയർ ടുഡേ. പറയരുത്, ഡോണ്ട് സേ. ഇരിക്കരുത്, ഡോണ്ട് സിറ്റ്. തുപ്പരുത്, ഡോണ്ട് സിറ്റ് സ്പിറ്റ്. കളിക്കരുത്, ഡോൺ പ്ലേ. അപ്പോൾ അനുവാദം നിരസിക്കുകയാണ്. ഇനി നമ്മൾ വേറൊരാളോട് ചോദിക്കുകയാണ്, നിനക്കതിന് അനുവാദമുണ്ടോ? നിനക്ക് പോകാനുള്ള അനുവാദം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡു ഹാവ് പെർമിഷൻ ടു ലീവ്? ഡു ഹാവ് പെർമിഷൻ ടു സ്പീക്ക്? സംസാരിക്കാനുള്ള അനുവാദം ഉണ്ടോ? നിനക്ക് വാങ്ങാനുള്ള അനുവാദം ഉണ്ടോ? ഡു ഹാവ് പെർമിഷൻ ടു ബൈ? നിനക്ക് വിൽക്കാനുള്ള അനുവാദം ഉണ്ടോ? ഡു ഹാവ് പെർമിഷൻ ടു സെൽ? നിനക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഉണ്ടോ? ഡു ഹാവ് പെർമിഷൻ ടു ടേക്ക് ഫോട്ടോസ്? ഇനി അതേപോലെ എന്നോട് ആരെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞോ? ഹാസ് എനിവൺ സെഡ് യു ക്യാൻ ഗോ ഇൻ? ആരെങ്കിലും പറഞ്ഞോ? ഹാസ് സെഡ് എനിവൺ? ഹാസ് സെഡ് എനിവൺ? ഹാസ് എനിവൺ സെഡ്? ഹാസ് എനിവൺ കോൾഡ്? ആരെങ്കിലും വിളിച്ചോ? ഹാസ് എനിവൺ ഗോൺ? ആരെങ്കിലും പോയോ? ഹാസ് എനിവൺ ജോയിൻഡ്? ആരെങ്കിലും ജോയിൻ ചെയ്തോ? ഹാസ് എനിവൺ ഷോട്ട്? ആരെങ്കിലും ഷൂട്ട് ചെയ്തോ? ഹാസ് എനിവൺ ബിഗൺ? ആരെങ്കിലും തുടങ്ങിയോ? എന്നോട് അത് ചെയ്തോളാൻ അയാൾ പറഞ്ഞോ? ആസ് ഹി സെഡ് യു മേ ഡു ഇറ്റ്? അത് എന്നോട് ചെയ്തോളാൻ പറഞ്ഞോ? ഇനി ആ ഹി സെഡ് മാറ്റിയാണ്. ഹാവ് ഐ സെഡ് യു മേ ഡു ഇറ്റ്? എന്നോട് ചെയ്യാൻ ഞാൻ പറഞ്ഞോ? ഹാവ് ഹി സെഡ് യു മേ ഡു ഇറ്റ്? ഹാവ് ദേ സെഡ് യു മേ ഡു ഇറ്റ്? ഹാവ് പാരന്റ്സ് സെഡ് യു മേ ഡു ഇറ്റ്? ഹാസ് ഹി സെഡ് യു മേ ഡു ഇറ്റ്? ഹാസ് ഷീ സെഡ് യു മേ ഡു ഇറ്റ്? ഹാസ് ഇറ്റ് സെഡ് യു മേ ഡു ഇറ്റ്? ഹാസ് ഫാദർ സെഡ് യു മേ ഡു ഇറ്റ്? ഹാസ് ബൈജു സെഡ് യു മേ ഡു ഇറ്റ്? എന്നോട് ചെയ്യാൻ ഫാദർ ബൈജു പറഞ്ഞോ? അപ്പോൾ നിനക്ക് അനുവാദം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ഇനി നമ്മൾ ഒരാളെ പ്രചോദിപ്പിക്കുകയാണ്. പ്രചോദിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് വേണം. ബി റീസണബിൾ മധു. എന്താ അതിൻ്റെ അർത്ഥം? മധു, യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് അയാൾക്ക് ധൈര്യം കൊടുക്കാം. ബി റീസണബിൾ മധു. ബി സ്മാർട്ട്, ബി ഹാപ്പി, ബി പൊളൈറ്റ്, ബി ഓണസ്റ്റ്. ബി എന്ന് പറഞ്ഞാൽ ആവുന്നതാണ്. ബി കാം, ബി ചിൽഡ്. അപ്പോൾ ഈ രീതിയിൽ ബി ഒബ്ലൈജ്ഡ്, ബി താങ്ക്ഫുൾ. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ പ്രചോദനം കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നിന്റെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. വി കുഡ് ഡു വിത്ത് യുവർ ഹെൽപ്പ്. നിന്റെ സഹായത്തോടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഐ കുഡ് ഡു വിത്ത് യുവർ ഹെൽപ്പ്. വി കുഡ് ഡു വിത്ത് യുവർ ഹെൽപ്പ്. ദേ കുഡ് ഡു വിത്ത് യുവർ ഹെൽപ്പ്. ടീച്ചേഴ്സ് കുഡ് ഡു വിത്ത് യുവർ ഹെൽപ്പ്.
He could do with your help. She could do with your help. It could do with your help. Teacher could do with your help. Baiju could do with your help. ഇനി ആ യുവർ മാറ്റിയാണ്. We could do with my help. We could do with our help. We could do with their help. We could do with his help. We could do with her help. We could do with its help. We could do with the father's help. We could do with Baiju's help. ഇനി ഇത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാവും. ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു അസ് മാറ്റാണ്. ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു മീ. ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു യു. ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു us. It can be helpful to them. It can be helpful to teachers. It can be helpful to him. It can be helpful to her. It can be helpful to it. It can be helpful to father. It can be helpful to Baiju. ഇനി ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു. I can assure you all my support. I can assure you all my support. അപ്പോൾ ഒരാളെ പ്രചോദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് പ്രചോദനം കൊടുക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളാണ്, ഡയലോഗ്സാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്.